ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. ഗ്ലോബൽ ക്രൈസിസ്. ഈ ഗ്ലോബൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് മിഡിൽ ഈസ്റ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൽ ഹെവി എയർ സ്ട്രൈക്ക് ഇൻ ഇറാൻ, നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ ഇറാൻ്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതേപോലെ അമേരിക്കയും സപ്പോർട്ടീവായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അമേരിക്ക പ്രധാനമായിട്ടും ഈ ബാലിസ്റ്റിക് മിസൈലുകൾ എവിടെയെങ്കിലും പുറത്തോട്ട് എടുത്തുകൊണ്ട് വരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം നിലവിൽ ഇറാൻ്റെ സൈഡിൽ നിന്നും കൂടുതൽ ബാലിസ്റ്റിക് മിസൈലുകൾ വരാത്തത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഇറാൻ ആകെ കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഏർലി മോർണിംഗ്, ഇന്ത്യൻ സമയം ഒരു 3 മുതൽ 4 മണി രാവിലെ വെളുപ്പാങ്കാലം, ആ സമയത്ത് ഇന്ന റീജിയൻ എന്ന് പറഞ്ഞിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ട് കുറച്ച് മിസൈലുകൾ വിടും. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മിസൈൽ പുറത്തോട്ട് എടുത്തുകൊണ്ട് വരാനോ അല്ലെങ്കിൽ അത് വിന്യസിക്കാനോ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രത്യേകിച്ചും അവർ അതിൽ കുറച്ച് കരുതലോടെ തന്നെയാണ് നീങ്ങുന്നത്. എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ വിന്യസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്ത് മാത്രമല്ല, ആ സ്ഥലത്തിന് ചുറ്റാകെയുള്ള ഒരു നിശ്ചിത റേഡിയസിൽ ഉള്ള സ്ഥലങ്ങൾ മൊത്തം ബങ്കർ ബസ്റ്റർ ഇട്ട് അടിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. അതായത് ഒന്നാമത്തെ കാര്യം, ഇവർക്ക് മിസൈൽ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആ വാഹനം കുറച്ച് ദൂരം സഞ്ചരിച്ച് കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം ട്രാക്ക് ചെയ്യും. അപ്പോൾ ഇവർക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിനെയും കണ്ണുവെട്ടിച്ചിട്ട് അത് ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ആ ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് എത്രയും വേഗം ചെയ്യണം. അപ്പോൾ അങ്ങനെ വേഗത്തിൽ ചെയ്യുമ്പോൾ ആ ഏരിയയിൽ ആ റേഡിയസ് കണക്കാക്കിക്കൊണ്ട് കൃത്യമായിട്ട് ഇസ്രായേലും അമേരിക്കയും മോണിറ്റർ ചെയ്ത് ആ സ്ഥലങ്ങൾക്ക് ചുറ്റാകെ ബങ്കർ ബസ്റ്റർ ഇട്ട് അടിക്കുകയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ബങ്കർ ബസ്റ്റർ പ്ലസ് എർത്ത് പെനിട്രേറ്റിംഗ് ബോംബ്, ഇത്തരത്തിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരങ്ങളെല്ലാം തന്നെ നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതുകൊണ്ടാണ് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതൽ തൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇസ്രായേലും അമേരിക്കയും ഇറാനെ വരിഞ്ഞ് മുറുക്കുകയാണ് ചെറുതായിട്ട്. അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഈ ഡ്രോൺ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഡ്രോൺ ഇങ്ങനെ പറന്ന് വരണമല്ലോ. ഡ്രോണിൻ്റെ സ്പീഡും മിസൈലിൻ്റെ സ്പീഡും ഒന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള ആക്രമണങ്ങളെ നടത്താൻ പറ്റുന്നുള്ളൂ എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഇനി മസൂദ് പെസസ്കിയാൻ ഇന്ന് ഇറാനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ട്രംപിന് അമേരിക്കയുടെ ഉള്ളിൽ ഭയങ്കര പ്രാർത്ഥന, ആ പ്രാർത്ഥന വൈറലായിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പ് ഞാനിവിടെ വെക്കാം. അത് ഭയങ്കര ദൈവം പവർ കൊടുത്ത് ഇറാൻ യുദ്ധത്തിൽ ഒരു വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, ഇതൊക്കെ വൈറലായിട്ടുണ്ട്. ആൾക്കാർ മോക്ക് ചെയ്ത് വീഡിയോ പ്രചരിപ്പിക്കുന്നുണ്ട്. വല്ലാത്ത രീതിയിൽ വൈറലായിരുന്നു ഇന്നലെ ഈ വീഡിയോ. അപ്പം മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്, ഗൾഫ് രാജ്യങ്ങൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്, മോറോവർ നിങ്ങളെല്ലാവരും പാർട്ട്നേഴ്സാണ്. പിന്നെ ഞങ്ങൾ നിങ്ങളെ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങൾ നിർത്താം. അതിനെ പലരും ഇവിടെ തെറ്റിദ്ധരിച്ച് ഇറാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങൾ നിർത്താൻ പോവാണ് എന്നുള്ള വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയല്ല, യാഥാർത്ഥ്യം അങ്ങനെയല്ല. മസൂദ് പെസസ്കിയാൻ എന്ന് പറയുന്നത് ഇറാൻ്റെ നിലവിലെ പ്രസിഡന്റാണ്. പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നത് നിങ്ങൾ ശത്രുക്കൾക്ക് കൊടുക്കുന്ന ആ ഒരു ഫ്രീഡം, അവർക്ക് ഇടത്താവളം ഒരുക്കുന്ന രീതിയിൽ നിങ്ങൾ അവർക്ക് മിലിറ്ററി ബേസും ഇമാതിരിയുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അവരോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറ്റാക്ക് നടത്തും. അതിൻ്റെ കാരണമാണ് ഈ ആക്രമണം. അല്ലാതെ നിങ്ങളോട് നമുക്ക് യാതൊരുവിധ വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ശത്രുതയോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം സ്റ്റിൽ അവർ ടാർഗറ്റ് ചെയ്യും. അതായത് നിങ്ങൾക്ക് മേലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തി ഒഴിവാക്കുക. ആരുമായിട്ട്? അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, ഇസ്രായേലുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു പ്രവൃത്തി ഉണ്ടല്ലോ, അത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇവരെല്ലാവരും കൂടി ഇറാനൊപ്പം ചേർന്ന് നിൽക്കുമോ? ഒരിക്കലുമില്ല. ഇതാണ് മസൂദ് പെസസ്കിയാൻ ആവശ്യപ്പെട്ടത്. നിങ്ങൾ അത്തരത്തിൽ മാറുകയാണെന്നുണ്ടെങ്കിൽ ആക്രമണം ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ ബേസുകളൊക്കെ ഇപ്പം ഒറ്റ രാത്രി കൊണ്ട് എടുത്ത് മാറ്റാൻ പോകുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നിലവിലെ എന്താണോ അവസ്ഥ അത് തുടരും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ ഉടനീളം ഇടയ്ക്ക് മറയ്ക്കൊക്കെ ഇങ്ങനെ കമിക്കാസ് ഡ്രോണൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിവിൻ്റെ പരമാവധി ഈ രാജ്യങ്ങൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ടൂറിസം, എക്സ്പോർട്ട്, ഹോട്ടൽ അക്കോമഡേഷൻസ്, ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ, ടൂറിസം ബിസിനസ്സുകൾ കംപ്ലീറ്റ് സ്റ്റോപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ ഈ വിഷയം പെരുപ്പിച്ച് കാണിക്കാത്തത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് ഇതൊക്കെ പറയും. അത് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് ട്രംപ്, നെക്സ്റ്റ് 3 വീക്സിൽ ഞങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രംപിന് പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷമാണ് വാർ സെക്രട്ടറി പീറ്റർ ഹെക്സത്തുമായിട്ട് ചർച്ച നടത്തിയത്. അവസാനം പെന്റഗൺ തന്നെ പറഞ്ഞിരിക്കുന്നത് 3 ആഴ്ച, ജസ്റ്റ് 3 വീക്സിൽ ഞങ്ങൾ ഈ IRGC റെജിമിനെ റെഡിയാക്കി തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അമേരിക്ക ഇങ്ങനെ പല സ്റ്റേറ്റ്മെന്റുകളും പറയും. പക്ഷേ പ്രാക്ടിക്കലി ഇപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഇസ്രായേൽ ലെബനൻ്റെ ഉള്ളിൽ നോക്കൂ. ലെബനൻ്റെ ഉള്ളിൽ ഈ ഹെസ്ബുള്ള എന്ന് പറഞ്ഞ ഈ ടീമുകളെ കുറേ കാലം കൊണ്ട് ഇവർക്ക് മേലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഇപ്പം നിലവിലെ സാഹചര്യം എന്താണ്? നിലവിലെ സാഹചര്യം ഇന്നലെ കൂടി റോക്കറ്റ് അയച്ചിട്ടുണ്ട് ഹെസ്ബുള്ള. റോക്കറ്റ് എന്ന് വെച്ചാൽ ഒരു റോക്കറ്റില്ല, റോക്കറ്റുകൾ അയച്ചിട്ടുണ്ട്.
ഷെല്ലാക്രമണം പോലെ ഇങ്ങനെ തുരിതരാ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ഇസ്രായേലിൻ്റെ ഹെലികോപ്റ്റേഴ്സിന് നേരെയൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. അത് വിജയിച്ചോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ ഈ ആക്രമണം നടത്താനുള്ള ഇത്തരത്തിലുള്ള സ്റ്റഫ് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ യഥാർത്ഥത്തിൽ ചിന്തിച്ച് നോക്കേണ്ട വിഷയം. ലെബനൻ്റെ ഉള്ളിൽ ഒരു ക്ലാഷ് രൂപപ്പെടുന്നുണ്ട്. ലെബനൻ്റെ ഉള്ളിൽ നയീം കാസിം, ഹിസ്ബുള്ളയുടെ നേതാവായിട്ടുള്ള ലീഡറായിട്ടുള്ള നയീം കാസിമിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെബനൻ്റെ ജസ്റ്റിസ് മിനിസ്റ്റർ ഉത്തരവിറക്കിയിട്ടുണ്ട്. ഇത് ലെബനൻ്റെ ഉള്ളിൽ ഒരു ആഭ്യന്തര കലാപത്തിന് വഴിയൊരുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ ഈ ഹെസ്ബുള്ളയെ അനുകൂലിക്കുന്ന ആൾക്കാരും കുറേ ഉണ്ട്. ഈ ജസ്റ്റിസ് മിനിസ്റ്റർ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഹെസ്ബുള്ളയ്ക്ക് താക്കീത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു നടപടികളും ലെബനൻ ഗവൺമെന്റിന് എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പം അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ ജസ്റ്റിസ് മിനിസ്റ്റർ. അപ്പം ഹെസ്ബുള്ള തീർച്ചയായിട്ടും ഇവരെ റിറ്റാലിയേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഇസ്രായേൽ ആണെന്നുണ്ടെങ്കിൽ ഒരു ആഭ്യന്തര കലാപം ലെബനാനിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സദൻ ലെബനാൻ ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ സോൾജേഴ്സിനെ ഡിപ്ലോയ് ചെയ്ത് ഗ്രൗണ്ട് ഫോഴ്സിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ അവിടെ ഉള്ളിൽ കിടന്ന് എന്തെങ്കിലും അടിച്ച് എന്തെങ്കിലുമൊക്കെ റെഡി ആയിക്കോ, പക്ഷേ ഇങ്ങോട്ട് കയറി വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ലെബനൻ്റെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലെബനനിൽ ഇപ്പോഴും ഹിസ്ബുള്ള ഇത്തരത്തിൽ എഫക്റ്റീവായിട്ട് നോർത്തേൺ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കാനുള്ള കപ്പാസിറ്റി നിലനിൽക്കുന്നുവെങ്കിൽ ഇതിനു മുമ്പാണെന്നുണ്ടെങ്കിൽ സിറിയയുടെ സൈഡിൽ നിന്നുള്ള നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, അതേപോലെ ഇറാൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട്, ഒരു വയബിലിറ്റി, ഒരു കണക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിലവിലെ സാഹചര്യം എന്താണ്? സിറിയ സെപ്പറേറ്റ് ആയി. സിറിയയുടെ ഗവൺമെൻറ് തീർച്ചയായിട്ടും ഹിസ്ബുള്ളയെ അനുകൂലിക്കുന്നില്ല, അവർ ഹിസ്ബുള്ളയ്ക്ക് എതിരാണ്. എന്നിട്ടും ഇവിടെ ശരിക്കും ആഫ്രിക്കൻ റീജിയനിലൂടെ ഹിസ്ബുള്ളയ്ക്ക് ആയുധം പോയിട്ടുണ്ടാവാം എന്നുള്ള ഡൗട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വേറെ സ്റ്റോറികളാണ്. പക്ഷെ എന്നിരുന്നാലും ലെബനാൻ ഒറ്റപ്പെട്ടിരിക്കണം എന്ന് ചിന്തിക്കുന്ന ഇസ്രായേൽ നിരന്തരം അവരെ ഫോളോ ചെയ്ത് ആക്രമണം നടത്തിയിട്ടും ഇത്തരത്തിൽ ലെബനൻ്റെ ഉള്ളിൽ നിന്നും ഹിസ്ബുള്ള റോക്കറ്റ് അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ജസ്റ്റ് മലക്കറി വാങ്ങി നമ്മൾ കറി വെക്കുന്നത് പോലെ അവരങ്ങ് റോക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ തൊഴിലാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം സാധാരണ ഏതെങ്കിലും വീട്ടമ്മയ്ക്ക് കഞ്ഞിയും കറിയും വയ്ക്കാൻ എങ്ങനെയാണ്, അതുപോലെയാണ് ഓരോ ഹെസ്ബുള്ള തീവ്രവാദിയും. അവർ പെട്ടെന്ന് തട്ടിക്കൂട്ടി കൈ കിട്ടുന്ന സാധനം കൊണ്ട് അവർ പെട്ടെന്ന് റോക്കറ്റ് ഉണ്ടാക്കും. ഇതാണ് അവരുടെ വിദ്യ. ഇത് ഹെസ്ബുള്ളയ്ക്ക് മാത്രമല്ല, ഗാസയിലുള്ള ഹമാസിനും ഇത് ബാധകമാണ്. ഈ 2 ടീമുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അവരെ ഐസോലേറ്റ് ചെയ്ത് വെച്ചാലും അവരെ വീട്ടിന് പൈപ്പ് ലൈൻ കണക്ഷൻ ഇട്ടിട്ടുള്ള ആ പൈപ്പ് പൊട്ടിച്ചിട്ട് അവരതിനകത്ത് ചറ പറയുന്ന മരുന്നും ഇതൊക്കെ നിറച്ച് വീട്ടിലുണ്ടായിരിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെ അവർ മരുന്നുണ്ടാക്കും, ഉണ്ടാക്കിയിട്ട് റോക്കറ്റ് വിടും. ഇതാണ് അവരുടെ പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിലുള്ള ടീമുകളാണ് ഹെസ്ബുള്ള. അതുകൊണ്ടാണ് ഒരുത്തനെ കണ്ടാലും, ഏതെങ്കിലും ഒരു കാർ കണ്ടാലും, ഒരു ബൈക്ക് കണ്ടാലും അതിൽ പോകുന്നത് ഹെസ്ബുള്ളയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ എത്ര ചെലവ് വന്നാലും കുഴപ്പമില്ല, അതിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അതുപോലെ സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്നത് 3 തവണ ഇന്ന് ഡ്രോൺ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു, എല്ലാം തന്നെ നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തുടരെ ഇന്നലെ മുതലാണെങ്കിൽ സൗദിക്കുള്ളിൽ മൊത്തം വന്നത് 16 ഡ്രോണുകളാണ്. അതുപോലെ ഷെയ്ബ ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഫീൽഡിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഷെയ്ബ ഓയിൽ ഫീൽഡ് സൗദി അറേബ്യയുടെയും UK ജോയിന്റ് വെഞ്ചറിലുള്ള ഒരു കമ്പനിയാണ് ഈ ഷെയ്ബ ഓയിൽ കമ്പനി എന്ന് പറയുന്നത്. ആ ഷെയ്ബ ഓയിൽ ഫീൽഡിൽ ആക്രമണം നടത്താനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അവർ ഈ ഓയിൽ ഫീൽഡുകളും ഈ അസറ്റുകളാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇറാൻ. അപ്പോൾ എന്തായാലും അത് വിജയകരമായിട്ട് ഞങ്ങൾക്ക് തടയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സൗദിയുടെ വാദം. അതേപോലെ ജോർദാനിലുള്ള ബേസിൽ, അമേരിക്കൻ ബേസിൽ താഡ് സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടിംഗ് ഡിവൈസ് അറ്റാക്ക് ചെയ്തതായിട്ട് നമ്മളൊരു 4 ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആൾമോസ്റ്റ് കൺഫേംഡ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അത് ഉറപ്പായിട്ട് താഡ് സിസ്റ്റത്തിൻ്റെ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം ഇവർ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇറാൻ. പിന്നെ ഈ കുർദിഷ് റീജിയനില്ലേ, ഇറാഖിൻ്റെ ബോർഡറിൽ കിടക്കുന്ന കുർദിഷ് റീജിയനിൽ ആക്രമണങ്ങൾ നടത്തുന്നത് പ്രോ ഇറാനിയൻ ഗ്രൂപ്പാണ് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതേ സ്ഥിതിയിൽ അസർബൈജാൻ്റെ ഉള്ളിൽ ആക്രമണം നടത്തിയതും ഇതേ പ്രോ ഇറാനിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ടീമുണ്ട്, അവരാണ് ഈ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇപ്പം IRGC പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ ഈ കാണിക്കുന്ന മാപ്പിൽ കൃത്യമായിട്ട് ഇറാഖിൻ്റെ മൊസൂൾ എന്ന് പറഞ്ഞ ഏരിയ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇന്നലെ. മൊസൂളിൻ്റെ തൊട്ട് താഴെ, അതേപോലെ ഇമാം അലി ഹെഡ്ക്വാർട്ടേഴ്സിനെയും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. ഇത് മൊസൂളിൻ്റെ കുറച്ച് തൊട്ട് താഴെയാണ് ഇരിക്കുന്നത്. മൊസൂളിൽ നിന്ന് ഇർബിലിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും ഇറാഖിൻ്റെ ഉള്ളിൽ ഈ കുർദിഷുകൾക്കും ഈ പ്രോ ഇറാനിയൻ മിലീഷ്യ ഗ്രൂപ്പുകൾക്കും ഇടയിൽ ഒരു ഫേസ് ഓഫ് നടക്കുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട്. ഈ പ്രോ ഇറാനിയൻ മിലീഷ്യ ടീമുകൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ മറികടന്നിട്ട് മാത്രമേ ഈ കുർദിഷ് ടീമുകൾക്ക് ഇറാൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അവിടെയും വല്ലാത്ത രീതിയിലുള്ള ടെൻസ്ഡ് ഏരിയ ആയിട്ട് മാറിയിരിക്കുകയാണ്. അവിടെയാണ് ഇർബിലിൽ അമേരിക്കയുടെ ബേസ് ഉള്ളത്. അമേരിക്ക ആ ബേസ് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അമേരിക്കയുടെ ബേസിനുള്ളിൽ ആക്രമണം നടന്നതായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ വെളിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഓപ്പൺ ആയിട്ട് ഇത് അംഗീകരിച്ചിട്ടില്ല. തെഹ്റാനിൽ ഫുള്ളി അറ്റാക്കാണ്. തെഹ്റാൻ മൊത്തത്തിൽ ബിൽഡിംഗ് റബിൾസ് ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. കംപ്ലീറ്റ് ബങ്കർ ബസ്റ്ററുകൾ, എർത്ത് പെനട്രേഷൻ ഉപയോഗിച്ചാണ് IRGCയുടെ ഓരോ സ്ഥാപനങ്ങളും ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. അല്ല, നമുക്ക് ഇന്ന സ്ഥാപനത്തിൻ്റെ പേരെന്നല്ല, പല സ്ഥാപനങ്ങളെയും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ.
ഇന്നലെ മാത്രം 80 ഫൈറ്റർ ജെറ്റുകളാണ് കൊണ്ടുപോയത്. 200 ടാർഗറ്റുകളായിരുന്നു. 200 ടാർഗറ്റുകളിൽ ലക്ഷ്യമാക്കിയാണ് ആക്രമണങ്ങൾ നടത്തിയത്. അതിൽ ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് ഈ ടെബ്രീസ്, അതായത് ഇറാഖുമായിട്ട് ചേർന്ന് കിടക്കുന്ന ആ ഏരിയയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പുറത്തെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ മഷാദ് എന്ന് പറഞ്ഞ ഒരേ ഒരു സിറ്റി മാത്രമാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മഷാദ് എന്ന് പറഞ്ഞ സിറ്റി ശരിക്കും ആയത്തുൽ ഖമനയുടെ ജന്മസ്ഥലമാണ്. ബാക്കി ഇപ്പുറത്തെ ഏരിയകളിൽ ഈ സിസ്താൻ, ബലൂചിസ്ഥാൻ അതേപോലത്തെ ഏരിയകളിൽ ഒന്നും തന്നെ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. മൊസാദ് ഏജന്റുകളെ മൊത്തം ഇവിടെ നിന്നാണോ ഹയർ ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സൈഡുകളിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം. ഇറാഖിനോട് ചേർന്ന് കിടക്കുന്ന ആ മേഖലകളാണ് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഫോർദോ എന്ന് പറഞ്ഞ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി, ആ ഫെസിലിറ്റിയെ ചുറ്റിപ്പറ്റി താമസിക്കുന്ന ആൾക്കാർക്ക് കംപ്ലീറ്റ് ഇവാക്യുവേഷൻ ഓർഡർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. സെൻകോം പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞങ്ങൾ ടാർഗറ്റ് ചെയ്തത് 3000 ലൊക്കേഷൻ ആണെന്നാണ്. 3000 ലൊക്കേഷൻസ് ആണ് അമേരിക്ക ടാർഗറ്റ് ചെയ്തിരുന്നത്. ഇന്ന് വെറും 5 ബാലിസ്റ്റിക് മിസൈലുകൾ പോലും ഇറാനെ കൊണ്ട് ഒരു ദിവസം അയക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഇറാന്റെ കൈകൾ വരിഞ്ഞു മുറുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, പക്ഷെ എടുത്തുകൊണ്ടൊന്ന് ആക്രമണം നടത്താൻ കഴിയുന്നില്ല. ഇതാണ് നിലവിലെ അവസ്ഥ. ഈ ഡ്രോൺ സംവിധാനം മാത്രം വെച്ചിട്ട് എത്ര കാലം ഇറാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നുള്ളൊരു ഡൗട്ടും കൂടി വരുന്നുണ്ട്. ഇറാനിൽ ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1342 ആണ്. ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ലെബനാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 123 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. മൂന്നാമത്തെ വാർഷിപ്പ് റെഡ് സീയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. മൂന്നാമത്തെ വാർഷിപ്പ്. സോ അമേരിക്ക ഈസ് ടേക്കിംഗ് വെരി സീരിയസ്ലി. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു യുദ്ധം സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, നിർത്താൻ പോകുന്നു എങ്കിൽ മൂന്നാമത്തെ വാർഷിപ്പ് വരേണ്ട ആവശ്യമില്ല. USS ജോർജ് W. ബുഷ് റെഡ് സീയിൽ എത്തിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ വാർഷിപ്പും മെഡിറ്ററേനിയൻ ഏരിയയിലുണ്ട്. അപ്പം ശരിക്കും ഇറാന് വീണ്ടും വെല്ലുവിളി ഉയരുകയാണ്. ക്രൂഡ് ഓയിൽ പ്രൈസ് ആണെങ്കിൽ $100 ഉയർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ $100 കൊടുത്താലും ക്രൂഡ് ഓയിൽ കിട്ടാനില്ല എന്നുള്ളൊരു അവസ്ഥയും കൂടിയുണ്ട്. അവൈലബിലിറ്റി ഷോർട്ടേജ്, അതും ഒരു വലിയ വിഷയമാണ്, വെല്ലുവിളി തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്ന് പോകുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. 80% ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ബയർ എന്ന് പറയുന്നത് യൂറോപ്പാണ്. അത് കഴിഞ്ഞിട്ടാണ് അതർ കൺട്രീസ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് പ്രൈമറിലി ഇമ്പാക്റ്റ് ഉണ്ടാവാൻ പോകുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ്. കാരണം ഏഷ്യൻ രാജ്യങ്ങൾ താരതമ്യേന കുറച്ച് ദാരിദ്ര്യമുള്ള രാജ്യങ്ങളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ എണ്ണവില വർധനവും അതുപോലെ തന്നെ ഈ സപ്ലൈ ചെയിനിൽ ഉണ്ടാകുന്ന ഇഷ്യൂ തീർച്ചയായിട്ടും വ്യാപാര മേഖലയെ ബാധിക്കുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. ബംഗ്ലാദേശിൽ ഇപ്പം തന്നെ ഓയിൽ ഷോർട്ടേജ് ഉണ്ടെന്നാണ് വാർത്തകൾ വരുന്നത്. അതുപോലെ പാകിസ്ഥാൻ ഓയിൽ എടുക്കാനില്ല, അതാണ് പാകിസ്ഥാനെയും വിഷയം. ഇപ്പോൾ പാകിസ്ഥാന് റഷ്യ സപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ സപ്ലൈ നടന്നിട്ടില്ല. ഈ റഷ്യൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും ചിലർക്ക് കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ചില കമന്റുകളൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് റഷ്യൻ ഓയിൽ ഒരിക്കലും ഇന്ത്യ നിർത്തുമെന്ന് പറഞ്ഞിട്ടില്ല. അതൊക്കെ അമേരിക്കയുടെ നാടകങ്ങളാണ്. ഇനി അമേരിക്ക മുന്നോട്ട് വെച്ച 18% താരിഫ് എന്നുള്ള ആ ഒരു ഇടക്കാല വ്യാപാര കരാറുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിക്കോണം. അത് നമ്മൾ ഇതുവരെ ഒപ്പുവെച്ചിട്ടില്ല. അല്ലാതെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് കൊണ്ട് മാത്രം രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെൻ്റ് ആയിട്ട് കരുതരുത്. അതാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ട്രംപിന്റെ നാടകം എന്ന് പറഞ്ഞാൽ ട്രംപ് ലോക പോലീസാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാം നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കും ഞങ്ങൾ 1 month ഓയിൽ വാങ്ങിക്കാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ള പ്രസ്താവനകളൊക്കെയാണ് അവർ പുറത്തിറക്കുന്നത്. ഇന്ത്യ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ ആരുടെ പെർമിഷനും ചോദിച്ചിട്ടില്ല. അതുമായിട്ട് എന്തെങ്കിലുമൊക്കെ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇന്ത്യ എവിടെയും അമേരിക്ക എടുത്ത് പോയി പെർമിഷൻ ചോദിച്ചിട്ടില്ല. ഇന്ത്യ താൽക്കാലിക വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി 24 അമേരിക്കയിലേക്ക് പോകാനിരുന്ന പശ്ചാത്തലത്തിലാണ് അമേരിക്കയിൽ നിന്നുള്ള കോടതി വിധി വരുന്നത്. ട്രംപിന്റെ താരിഫിനെ റദ്ദാക്കിക്കൊണ്ടുള്ള അമേരിക്കൻ കോടതി ഉത്തരവ് വരുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾ അതിൽ സൈൻ ചെയ്യാതെ നമ്മൾ വീണ്ടും നെഗോസിയേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ബൈലേറ്ററൽ ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷനാണ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ബേസ് ലൈൻ താരിഫായിട്ടുള്ള 10% മാത്രമായിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അതും നമ്മൾ സൈൻ ചെയ്യാൻ തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ അമേരിക്കയുമായിട്ട് ഇടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അമേരിക്ക ഒരു പെർമിഷൻ തരേണ്ട ആവശ്യമില്ല. ഇവിടെ ഇന്ത്യക്ക് പ്രത്യക്ഷത്തിൽ നമ്മൾ റഷ്യൻ ഓയിൽ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ 1.8 മില്യൺ ബാരൽ പെർ ഡേ ആണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അതേ നമ്മൾ ഓയിൽ പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് വെട്ടിച്ചുരുക്കിയിട്ടുണ്ടായിരുന്നു. 1.2 മില്യൺ ബാരൽ പെർ ഡേ ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലുപരിയായിട്ട് ഇപ്പോൾ വീണ്ടും ഒരു മാസം നമുക്ക് 9.5 മില്യൺ ബാരൽ നമ്മൾ അഡീഷണൽ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള അന്തരീക്ഷം. യുദ്ധം നടന്നുകൊണ്ടിരുന്ന പശ്ചാത്തലത്തിൽ അന്ന് ജോ ബൈഡൻ എങ്ങനെയാണോ ഇന്ത്യയുടെ അടുത്ത് നിങ്ങൾ റഷ്യൻ ഓയിൽ വാങ്ങിച്ച് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, അത് ഒരു ബിസിനസ് എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് അതിന് തടയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ട്രംപ് എല്ലാ മാർഗങ്ങളും നോക്കിയെങ്കിലും അന്ന് ഉക്രൈനിൽ എങ്ങനെയാണോ അമേരിക്ക എൻഗേജ്ഡ് ആയിരുന്നത്, അതേ മാതൃകയിലാണ് ഇപ്പം ഇറാന്റെ ഉള്ളിൽ അമേരിക്ക എൻഗേജ്ഡ് ആയിരിക്കുന്നത്. അപ്പം നിലവിൽ സ്വാഭാവികമായിട്ടും നമുക്ക് റഷ്യൻ ഓയിൽ കിട്ടേണ്ടതാണ്.
അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ ട്രംപിൻ്റെ പെർമിഷൻ്റെ ആവശ്യമേ ഇല്ല. ട്രംപ് പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഞാനാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്, അപ്പം ഇന്ത്യ ഇപ്പം റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നില്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുമ്പം ഉത്തരം കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന സ്റ്റണ്ടാണിത്. അപ്പോൾ ഈ സ്റ്റണ്ട് എങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അമേരിക്ക ഇടപെട്ടെന്ന് പറയുന്നത്, അതേപോലത്തെ ഒരു സ്റ്റണ്ടാണ് ഇപ്പം നിലവിൽ ഇന്ത്യക്കും 1 മാസം പെർമിഷൻ എന്ന് പറയുന്നത്. ശരിക്കും പെർമിഷൻ ചോദിച്ചു. ആരാണ് ചോദിച്ചത്? ജപ്പാനാണ് ചോദിച്ചത്. ജപ്പാൻ ചോദിച്ചു റഷ്യൻ എണ്ണ വാങ്ങരുതെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് എണ്ണയ്ക്ക് ഷോർട്ടേജ് ഉണ്ട്, നിങ്ങളാണെങ്കിൽ യുദ്ധത്തിലുമാണ്, അപ്പം ഞങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ആദ്യം ഈ സബ്ജക്റ്റ് ഓപ്പൺ ചെയ്തത് ജപ്പാനാണ്. അതിൻ്റെ പേരിൽ അമേരിക്ക എടുത്ത തീരുമാനത്തിലാണ് ഇന്ത്യയുടെ പേര് കൂടെ ചേർത്ത് ട്രംപ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അറബ് രാജ്യങ്ങളെല്ലാം തന്നെ വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്തിരിക്കുകയാണ്. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്ന് പറഞ്ഞിട്ട് ട്രംപിൻ്റെ അടുത്തും സംസാരിച്ചിട്ടുണ്ട്. അതായത് എത്രയും വേഗം ഇത് അവസാനിപ്പിക്കണം, കാരണം മറ്റുള്ള റെഗുലർ ലൈഫിലേക്ക് തിരികെ പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അറബ് രാജ്യങ്ങൾ നടത്തുന്നത്. പക്ഷെ എന്നാലും ഇറാൻ കീഴടങ്ങില്ല എന്നാണ് മസൂദ് പെസസ്കിയാൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ഫ്രീഡത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പൊരുതുന്നത്. ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ ഞങ്ങൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ മൂന്നാമതൊരാൾ ഞങ്ങളുടെ രാജ്യത്തിന് കയറി അടിക്കാൻ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിക്കും എന്നുള്ള ഒരു യൂണിറ്റി എന്നുള്ള രീതിയിലാണ് മസൂദ് പെസസ്കിയാൻ സംസാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. വരുന്ന 3 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ എന്ന് പറഞ്ഞ ഇത്രയും വലിയ രാജ്യത്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അമേരിക്കയും ഇസ്രായേലും അവരെ വിചാരിക്കുന്ന തരത്തിൽ ഇറാനിൽ ഒരു റെജീം ചേഞ്ച് വരുത്തിക്കൊണ്ട് ഈ യുദ്ധം വിജയകരമായി അവസാനിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇറാൻ ഇതിനെ ചേർത്ത് തോൽപ്പിക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.